ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചെമ്മീൻ പച്ചമാങ്ങ തോരനാണ്. നമ്മൾ ഉണക്ക ചെമ്മീൻ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. 1/2 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി പുളിയുള്ള പച്ചമാങ്ങ എടുക്കണ്ട, ഇത് ഒത്തിരി പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മാങ്ങ മൊത്തം എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവോള. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൊത്തം കൈകൊണ്ട് തന്നെ മൊത്തം ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ, കൈ വെച്ച് തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഇങ്ങനെ നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റിലെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി വെച്ചിരുന്ന ചെമ്മീനില്ലേ, ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെമ്മീൻ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, അതിന്റെ കളർ നമ്മൾ ഇട്ട് കൊടുത്തപ്പം വേറൊരു കളറായിരുന്നു. ഇപ്പൊ അതിന്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെയ്ത് വെച്ചില്ലായിരുന്നു മാങ്ങായും തേങ്ങായും സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം, അത് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവേ. 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാതെ, എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഇച്ചിരി കുറവ് പോലെ തോന്നി, അപ്പം ഞാൻ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാതെ. മൂടി വെക്കേണ്ട കാര്യമില്ല, നമുക്കിങ്ങനെ തുറന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ പച്ചമാങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്രേ ഉള്ളു. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ പച്ചമാങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.